നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. വഴിമുട്ടിയ ജീവിതവുമായി ഏലംകുളം പട്ടുകുത്ത് തുരുത്തു നിവാസികൾ ഒരു പാലത്തിനായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായിരുന്നു. ഒടുവിൽ പാലം യാഥാർത്ഥ്യമായെങ്കിലും അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം അഴിമതി ആരോപണത്തിലും തർക്കത്തിലും തട്ടിനിന്നതോടെ തുരുത്തിലെ ജീവിതങ്ങളുടെ വഴി വീണ്ടും ഞാണിന്മേൽ കളിയായി. ഒടുവിൽ പരാതി നവകേരള സദസ്സിൽ എത്തിയതോടെ അപ്രോച്ച് റോഡിന്റെ പാകപ്പിഴകൾ തീർത്ത് യാത്രായോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. പാലൂർ തൈപ്പൂയ രഥോത്സവം 2024 ജനുവരി 18 മുതൽ 26 വരെ. കവുങ്ങും മുളയും കെട്ടിയുണ്ടാക്കിയ പാലത്തിന്മേൽ പട്ടുകുത്ത് പ്രദേശവാസികളുടെ ഞാണിന്മേൽ കളി പലതവണ വാർത്തയായതാണ്. ഒടുവിൽ 3 വശവും പുഴയാലും തോടിനാലും ചുറ്റപ്പെട്ട തുരുത്ത് നിവാസികളുടെ ഒരു പാലമെന്ന സ്വപ്നം മഞ്ഞളാംകുഴി അലി MLA ഫണ്ട് അനുവദിച്ചതോടെയാണ് യാഥാർത്ഥ്യമാകുന്നത്. പക്ഷേ അപ്പോഴും അപ്രോച്ച് റോഡുകൾ യാഥാർത്ഥ്യമാവാത്തതിനാൽ ആ സ്വപ്നം വീണ്ടും വിസ്മൃതിയിലാണ്ടു. വീണ്ടും MLA ഫണ്ടിൽ നിന്ന് 24 ലക്ഷം കൂടി വകയിരുത്തി കട്ടുപ്പാറ ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡും യാഥാർത്ഥ്യമാക്കിയെങ്കിലും ഏലംകുളം ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡിനായി ജില്ലാ പഞ്ചായത്തിന്റെ കരുണ തേടേണ്ടി വന്നു. ഒടുവിൽ അതും യാഥാർത്ഥ്യമായെങ്കിലും നിർമ്മാണത്തിലെ പാകപ്പിഴവും അഴിമതി ആരോപണവും കാരണം ഉദ്ഘാടനം പോലും കഴിക്കാതെ നോക്കുകുത്തിയാവുകയായിരുന്നു പാലവും അപ്രോച്ച് റോഡുകളും. പട്ടുകുത്ത് തുരുത്തിലെ നിവാസികളുടെ യാത്ര വീണ്ടും കിലോമീറ്ററുകൾ താണ്ടേണ്ടതായപ്പോൾ വിവിധ കോണുകളിൽ പ്രതിഷേധം ശക്തമായി. നവകേരള സദസ്സിലും പരാതിയുമായി പ്രദേശവാസികളും CPIM നേതൃത്വവും ചെന്നതോടെ അപ്രോച്ച് റോഡിന്റെ പാകപ്പിഴകൾ നീക്കുവാനും യാത്രായോഗ്യമാക്കുവാനുമുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു. പുലാമന്തോൾ പഞ്ചായത്തുമായി ബന്ധിപ്പിക്കാൻ ഒരു പാലമില്ലാതെ കിലോമീറ്ററുകൾ താണ്ടിയിരുന്ന പട്ടുകുത്തിലെ ആളുകളുടെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണാൻ നവകേരള സദസ്സ് തുണയായതായി CPIM ഏലംകുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജിത് മാസ്റ്റർ പറയുന്നു. ഏലംകുളം ഗ്രാമപഞ്ചായത്തിനെയും പുലാമന്തോൾ ഗ്രാമപഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പട്ടുകുത്ത് പാലത്തിൻ്റെ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട അത് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 2 വർഷമായി. ഈ 2 വർഷത്തിനുള്ളിൽ കാര്യമായ അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളൊന്നും ഏറ്റെടുത്തിട്ടില്ല. നിരവധി പരാതികളുമായി നിരവധി തവണ പോയിരുന്നു. ഇപ്പോൾ നവകേരള സദസ്സിൽ നൽകിയ പരാതിയുടെ ഭാഗമായി അത് വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടുന്ന രീതിയിലേക്ക് വരികയാണ്. അത് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെയും കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെയും പഠനത്തിൻ്റെ ഫലമായി അത് ആധുനികമായ രീതികൾ, ഹൈവേ ഒക്കെ കിട്ടുന്ന രീതിയിൽ ആധുനികമായ രീതിയിൽ അതിൻ്റെ സൈഡിലേക്ക് പ്രഷർ വരാതെ, 2 കെട്ടിനും പ്രഷർ വരാത്ത രീതിയിൽ ഉള്ള ഒരു പുതിയ രീതി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അപ്രോച്ച് റോഡിനെ ബന്ധിപ്പിച്ച് അതിനെ ഫില്ല് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് എഞ്ചിനീയറിംഗിൽ പഠനം തെളിയിച്ചിട്ടുള്ള ആ രീതിയാണ് ഇവിടെ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. അത് വളരെയേറെ ഈ പ്രദേശത്തുകാരുടെ ചിരകാല സ്വപ്നമായിരുന്ന ഗതാഗത രംഗത്തുള്ളൊരു പ്രശ്നം ഇതിലൂടെ പരിഹരിക്കപ്പെടും. ഏലംകുളം ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം കഴിഞ്ഞതോടെ തോടിന്റെ വശത്ത് കെട്ടിയുയർത്തിയ പാർശ്വഭിത്തി തോട്ടിലേക്ക് ചെരിയുകയായിരുന്നു. ഇതോടെ ഇതുവഴിയുള്ള വാഹനയാത്ര അപകട ഭീഷണിയേറിയതായി. തുടർന്ന് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ വിദഗ്ധ സംഘം നടത്തിയ പരിശോധനയിലാണ് നാഷണൽ ഹൈവേകളിലും മറ്റും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടന്നത്. റോഡിന്റെ പാർശ്വവശങ്ങളിലേക്ക് ഭാരം എത്താത്ത തരത്തിൽ ബേസ്മെന്റ് ബലപ്പെടുത്തിയെടുക്കുന്ന രീതിയിലാണ് നവീകരണമെന്ന് കൺസൾട്ടന്റ് എഞ്ചിനീയർ റഹീസ് പറയുന്നു. ജിയോ റെയിൻഫോഴ്സ്മെൻ്റ് എന്ന് പറയും. ജിയോ ഗ്രിഡ് വെച്ചിട്ട് ഇതിനെ കോമ്പാക്ട് ചെയ്തിട്ട് സെൽഫേറ്റിൽ നിർത്താൻ വേണ്ടിയിട്ടാണ്. ആ ഒരു റിട്ടേൺ വാളിലേക്ക് ഇനിയൊരു ലോഡും പോവില്ല. അങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജിയോ കോമ്പോസിറ്റ് ഡ്രെയിൻ എന്ന് പറഞ്ഞൊരു ഷീറ്റ് നമ്മൾ വിരിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ലെയർ ബൈ ലെയറായിട്ട് എർത്ത് നമ്മൾ കറക്റ്റായിട്ട് കോമ്പാക്ട് ചെയ്ത് പോകും. ആ കോമ്പാക്ട് ചെയ്ത് പോയതിൻ്റെ ശേഷം അടുത്ത ലെയർ ജിയോ ഗ്രിഡ് നമ്മൾ ചെയ്യും. എന്നിട്ട് അതിനെ കോമ്പാക്ട് ചെയ്യും. അങ്ങനെ ഒരു 25-30 സെൻറ്റിമീറ്ററിൻ്റെ ലെയറാണ് നമുക്ക് ഡിസൈൻ ആയിട്ടുള്ളത്. അങ്ങനെ ഈച്ച് ആൻഡ് എവറി ലെയറും നമ്മൾ കോമ്പാക്ട് ചെയ്യും. അതിനിടയ്ക്ക് നമ്മൾ ജിയോ ഗ്രിഡ് വെച്ചിട്ട് അതിൻ്റെ സെൽഫേറ്റിൽ അതിൻ്റെ വെർട്ടിക്കലായിട്ട് തന്നെ ലോഡ് കൊടുക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഹൊറിസോണ്ടൽ ലോഡുകൾ ഒന്നും തന്നെ റിട്ടേൺ വാളിലേക്ക് പോകില്ല. അതുകൊണ്ട് അത് ഇനി സേഫായി നിൽക്കും. അപ്രോച്ച് റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ തങ്ങളുടെ ദുരിതയാത്രയ്ക്കും തുരുത്തിലെ ഒറ്റപ്പെടലിനും ഒരു പരിഹാരമാകുമെന്നാണ് പ്രദേശവാസികളും കരുതുന്നത്. പിന്നെ പെരിന്തൽമണ്ണ നമ്മളെ മന്ത്രിമാരൊക്കെ വന്നപ്പോൾ ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു. അതുകൊണ്ട് കുറച്ചുകൂടി സ്പീഡായി. മറ്റേത് ഒരു ഇതില്ല, അങ്ങനെ കിടക്കായിരുന്നു കുറേ കാലമായിട്ട്. ഒരു കൊല്ലത്തിൽ 1 വർഷത്തിലധികമായി ഇങ്ങനെ ഇട്ടിട്ട്. ഇപ്പോൾ രണ്ടാമതിപ്പോൾ പണി ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ഇതായി കിട്ടിയ ഒരു 10-60 വീടുണ്ട് ഇവിടെ
ഈ തിരുത്ത് ഭാഗത്ത് ഞങ്ങൾക്കൊക്കെ നല്ലൊരു ഉപകാരമാവും ഇതിപ്പോൾ. കിലോമീറ്ററുകളോളമാണ് പ്രദേശവാസികൾ പുറം ലോകമെത്താൻ ഏലംകുളം വഴി സഞ്ചരിക്കുന്നത്. കട്ടുപ്പാറ പട്ടുകുത്ത് പാലം തുറന്നുകൊടുക്കാനായാൽ നിരവധി കുടുംബങ്ങളുടെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമാകുന്നത്. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.